ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാരണമായിട്ട് പറയുന്നത് അതായത് മോഡിഫയബിൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ആ മോഡിഫയബിൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഈ അമിതവണ്ണം. അപ്പൊ പലരും പറയും നമ്മൾ പൊണ്ണത്തടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സുമോ ചാമ്പ്യനൊക്കെ ആയിരിക്കും ഓർക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മുടെ ഒരു സ്റ്റേപ്പ് എടുത്ത് നമ്മുടെ വയറും ചുറ്റും ഒന്ന് പിടിക്കുക. ഇപ്പൊ ഫീമെയിൽ അല്ലേ, 80 സെന്റിമീറ്റർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണ്. നമ്മൾ പൊണ്ണത്തടി വിഭാഗത്തിൽ വന്നു. നമുക്ക് ട്രങ്കൽ ഒബിസിറ്റി ഉണ്ട്, ഈ പറഞ്ഞ അസുഖങ്ങൾ അല്ല. നമ്മൾ ഓൺ ലുക്കില് ഇപ്പം നമ്മൾ നോക്കും വലിയ തടിയൊന്നും ഇല്ല, അവർക്ക് വലിയ തടിയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇതാണ് നമ്മുടെ ഈ ട്രങ്കൽ ഒബിസിറ്റി, അതായത് നമ്മുടെ സെൻട്രൽ അവിടെ പിടിച്ചു നോക്കാം, ഒരു അംബിലിക്കസിന്റെ അറൗണ്ട് പിടിച്ചു നോക്കാം. 80 സെന്റിമീറ്റർ താഴെയാണെങ്കിലാണ് നമ്മളൊരു ഹെൽത്തി ഇതെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ മെലിഞ്ഞിരുന്നാലും നമ്മുടെ മലയാളികളുടെ ലുക്ക് കണ്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമ്മുടെ പൊണ്ണത്തടി. 2 നമ്മുടെ ഡയറ്റ് നമ്മുടെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത്, പ്രോസസ്ഡ് മീറ്റ് ഉപയോഗിക്കുന്നത്, പച്ചക്കറികളുടെയൊക്കെ അളവ് കുറയുന്നത് ഒരു പ്രധാന കാരണം. പിന്നെ വ്യായാമക്കുറവ്, വ്യായാമമില്ലായ്മയാണ് മറ്റേറ്റവും വലിയ പ്രശ്നം. നമ്മുടെ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ കൃത്യമായി വ്യായാമം ചെയ്യുന്ന ആൾക്ക് അതിനാൽ തന്നെ ഈ ക്യാൻസർ സാധ്യത, ഇൻക്ലൂഡിങ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കുമെന്ന്. അപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസർ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് പറയാം. അതായത് എക്സസൈസ് ഇല്ലായ്മ, ഡയറ്റിന്റെ പൊണ്ണത്തടി, ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുക.